ഞാൻ ഈ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു, പ്രതിഭാധനരായ സംവിധായകരുടെ നടനായിട്ടാണ് അശോകൻ സിനിമയിൽ വരുന്നതെന്നുള്ളത്. മലയാള സിനിമയ്ക്ക് അഭിമാനമായ അടൂർ സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ ഭാഗ്യമുണ്ടാകും. അശോകനിക്കുന്നത് അടൂർ സാറിൻ്റെ പടത്തിൽ ആദ്യം അഭിനയിക്കുന്നത് മുഖാമുഖത്തിൽ. ആദ്യം മുഖാമുഖം. അതെങ്ങനെയായിരുന്നു? അടൂർ സാറ് വിളിച്ചതാണോ? അത് വിളിച്ചത് കാരണം എനിക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ എലിപ്പത്തായം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പയ്യൻ, അതിനകത്തൊരു പുതിയ പയ്യൻ അഭിനയിച്ചു പോകും. ആ പയ്യനെ വേണ്ടി ഡബ് ചെയ്യാൻ എന്നെ ആദ്യം വിളിക്കുന്നത്. അങ്ങനെയാണ് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. പിന്നീടാണ് അതിന് ശേഷം മുഖാമുഖത്തിൽ എന്നെ വിളിക്കുന്നത്. അത് നല്ലൊരു ക്യാരക്ടറായി പോകും. അല്ല, മുഖാമുഖം പിന്നെ അനന്തരം അല്ല, ഫസ്റ്റ് മുഖാമുഖം അഭിനയിക്കാൻ വിളിക്കുന്നത് മുഖാമുഖത്തിലാണ്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ആയിട്ടുള്ളത് നാല് പെണ്ണ് അതിലഭിനയിച്ചു. അപ്പോൾ അടൂർ സാറിൻ്റെ 3 സിനിമകളിൽ അഭിനയിക്കാൻ കഴിയാന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. തീർച്ചയായിട്ടും. എന്തായാലും അടൂർ സാറ് അശോകനെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് കേൾക്കാം. അശോകന് ഒരു 3-4 പടങ്ങളിൽ എൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിലാദ്യം എലിപ്പത്തായത്തിലാണ്. എലിപ്പത്തായത്തിൽ അശോകനെ കാണുന്നില്ല, അശോകൻ്റെ ശബ്ദം മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ രൂപവും ശബ്ദവും എല്ലാം ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട റോളിൽ അഭിനയിച്ചത് മുഖാമുഖം എന്ന സിനിമയിലാണ്. പിന്നീട് അശോകൻ്റെ ഏറ്റവും വലിയ റോള് എന്ന് പറയാവുന്നത് അനന്തരത്തിലെ അജയൻ്റെ റോളിൽ വന്നതാണ്. ആ സിനിമ അശോകൻ്റെ മുഖത്തൊരു പ്രത്യേകതരം മുഖത്തിൻ്റെ ഫീച്ചേഴ്സ് കാരണമുള്ള ഒരു സെൻസിറ്റിവിറ്റി ഉണ്ട്. അത് പൂർണ്ണമായിട്ട് ഉപയോഗിച്ചൊരു സിനിമയായിരുന്നു അനന്തരം. പിന്നീട് വളരെ വളരെ ദീർഘമെന്ന് പറയാൻ വയ്യാത്ത ഒരു റോളാണ് 4 പെണ്ണുങ്ങളിൽ അശോകൻ ചെയ്തത്. എൻ്റെ ഈ 4 സിനിമകളിൽ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ കഴിവുകളുള്ള നടനാണ് അശോകൻ. അശോകനെ എന്തുകൊണ്ടോ നമ്മുടെ സിനിമാ വ്യവസായം വേണ്ടത്ര ഉപയോഗിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അശോകനെ ഒരു പക്ഷേ ഈ ഇപ്പോഴത്തെ പ്രായത്തിലും അശോകത്തിന് ചെയ്യാവുന്ന വളരെയധികം പ്രധാനപ്പെട്ട റോളുകൾ ഭാവിയിൽ വന്നു ചേരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ നല്ല വാക്കുകളാണ് അടൂർ സാറിനെ പോലെയുള്ള ഒരാളുടെ തീർച്ചയായും നാവിൽ നിന്ന് കിട്ടാന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണത്. അതെ. എങ്ങനെയായിരുന്നു അടൂർ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു അനുഭവം? സാധാരണ എല്ലാവരും പറയാറുണ്ട്, കാരണം അടൂർ സാറിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഭീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത് ഇപ്പോഴും അങ്ങനെ ഒരു ഇമേജ് ഉണ്ട്. അടൂർ സാറിൻ്റെ പടം ഈ സെറ്റിൽ വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടൊരു സൈലൻസ് ഉണ്ട്. അദ്ദേഹം വളരെ ശാന്തനാണ്, അത് വേറെ കാര്യം. റിഹേഴ്സൽ ആവശ്യം എടുക്കാറുണ്ട്, പക്ഷെ അതിലൊന്നും എത്ര റിഹേഴ്സൽ ടേക്ക് പോയി ആർട്ടിസ്റ്റ് സംബന്ധിച്ച് ഒരുപാട് ടേക്കും റിഹേഴ്സലും പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് നെർവസാകുമോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. ഇത് 2, 3, 4, 5 ടേക്കായി സ്വാഭാവികമായി നമുക്ക് അങ്ങനെ ഒരു പ്രയാസം, അയ്യോ ശരിയാവുന്നില്ലല്ലോ എന്നൊക്കെ തോന്നുന്ന ഒരു സന്ദർഭം അത് അറിയാം, അദ്ദേഹത്തിന് അറിയാം. അടുത്ത് വന്ന് പറയും, ടെൻഷൻ ഒന്നും വിഷമിക്കണ്ട, ഒന്നും വേണ്ട, ഫിലിം തിരുവെന്നുള്ള വിഷമൊന്നും വേണ്ട, ഞാനല്ലേ എടുക്കുന്നത്, ഒരു ടെൻഷൻ വേണ്ട, ഇപ്പം കാണിക്കുന്നതൊക്കെ ശരി തന്നെയാണ്. അപ്പോൾ ഒരുപക്ഷെ ശരിയല്ലെങ്കിൽ കൂടെയും ഒന്ന് പറഞ്ഞു തന്നിട്ട് നമുക്ക്, കാരണം ആർട്ടിഫിഷ്യൽ ടെൻഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ആ പൾസ് അറിഞ്ഞുകൊണ്ട് തന്നെ അത് പറയും, ഒന്നും വിഷമിക്കേണ്ട, കറക്റ്റാണ്, നമുക്ക് ഒന്നുകൂടെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം, ഇപ്പോൾ ചെയ്യുന്നതും പ്രശ്നങ്ങളൊന്നുമില്ല, ഒന്നുകൂടെ വൃത്തിയാക്കി എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ നമുക്കൊരു പകുതി ജീവനപ്പോൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഒരുപാട് സവിശേഷതകളുള്ള, ഞാനത് പ്രത്യേകിച്ച് ഇനിയും പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല, അതെല്ലാം ലോകം കണ്ട ഡയറക്ടറല്ലേ, നമ്മളെന്ത് പറയാൻ അതിനപ്പുറം. അപ്പോൾ അനന്തരത്തിൽ തന്നെ അശോകൻ്റെ കൂടെ വർക്ക് ചെയ്ത വേറൊരു നടനുണ്ട്, മലയാളത്തിലെ വളരെ പ്രിയപ്പെട്ട നടൻ. അദ്ദേഹം അശോകനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത് അശോകേട്ടൻ്റെ ചെറുപ്പകാലമാണ്. അത് നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ അനന്തരം എന്ന് പറയുന്ന സിനിമയിലാണ്. അപ്പോൾ ആ ഒരു ബന്ധം, അന്ന് തുടങ്ങിയ ബന്ധം, ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമാ ഷൂട്ടിങ്ങിൽ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഒരു നടൻ അശോകേട്ടനാണ്. അതിന് മുമ്പ് ഞാൻ പല നടന്മാരെയും പുറത്ത് വെച്ച് കണ്ടിട്ടുണ്ട്, പക്ഷെങ്കിൽ കൂടെ എൻ്റെ പടത്തിൽ ആദ്യമായിട്ട് ഞാൻ നേരിട്ട് പരിചയപ്പെടുന്ന അശോകേട്ടനെയാണ്. അന്ന് മുതൽ ഇന്ന് വരെ എപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലൊരു മാനസിക പൊരുത്തം എപ്പോഴും ഉണ്ടാവാറുണ്ട്. എപ്പോഴും നമ്മൾ പരസ്പരം ഈ ഷൂട്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഉപരിയായിട്ട് വീടുകളുടെ കാര്യം അന്വേഷിക്കും, പഠിപ്പിൻ്റെ കാര്യം അന്വേഷിക്കും, അച്ഛൻ്റെ കാര്യം അന്വേഷിക്കും. അപ്പോൾ അതുകൊണ്ട് അശോകേട്ടനായിട്ട് അത്രയും ഒരു മാനസിക അടുപ്പം തീർച്ചയായിട്ടും ഉണ്ടാവാറുണ്ട്. ഇപ്പോഴും ഒരു ഷൂട്ടിംഗ് നടക്കുമ്പോൾ അതിൽ അശോകേട്ടൻ ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം ഒരുമിച്ച് സംസാരിക്കാനും വർത്തമാനം പറയാനൊക്കെ ആളുണ്ടല്ലോ. അപ്പോൾ അത് അശോകേട്ടൻ്റെ ഏറ്റവും കൂടുതൽ ബന്ധം അതുതന്നെയാണ്. സുധീഷ് പറഞ്ഞ പോലെ അശോകൻ്റെ കുട്ടിക്കാലം അഭിനയിച്ചുകൊണ്ടാണ് അല്ലേ? അത് ആ പടത്തിലും വളരെ നന്നായി സുധീഷ് വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. അതുപോലെ തന്നെ വളരെ പ്രശസ്തനായ വേറൊരു സംവിധായകനുണ്ട്, ശ്രീകുമാരൻ തമ്പി സാർ. തമ്പി സാറിൻ്റെ കൂടെ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ.
പക്ഷെ അല്ലാതെ വലിയ ബന്ധങ്ങളാണ്. ആണല്ലേ? വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ടും അല്ലാതെയും ബന്ധമുണ്ട്. അതിപ്പോൾ ഇവരെല്ലാം റേഷൻ ചേട്ടനോടൊക്കെ ബന്ധമുണ്ട്, റിലേഷൻസ് ഉണ്ട്, അല്ലാതെ തന്നെ എല്ലാവരുമായിട്ടുണ്ട്. അപ്പോൾ തമ്പി സാറ് അശോകനെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത് നമുക്ക് കേൾക്കാം. വലിയ അമ്പലത്തിന് ശേഷം അനേകം സിനിമകളിൽ അശോകൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് യുവജനോത്സവത്തിലാണ്. യുവജനോത്സവത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെയാണ് അശോകൻ പ്രതിനിധീകരിക്കുന്നത്. നായകൻ മോഹൻലാലാണെങ്കിലും മോഹൻലാലുമായിട്ട് ബന്ധപ്പെടുന്ന ഏതാനും കോളേജ് വിദ്യാർത്ഥികൾ, ആ കോളേജ് വിദ്യാർത്ഥികളുടെ പ്രധാന കഥാപാത്രമായിട്ടാണ് അശോകൻ അഭിനയിച്ചത്. അതിൽ മികച്ച അഭിനയമാണ് അശോകൻ കാഴ്ചവെച്ചത്. അശോകൻ്റെ മറ്റു പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ്റെ അനന്തരത്തിൽ അശോകൻ്റെ അഭിനയം എടുത്തു പറയേണ്ടതാണ്. മലയാള സിനിമയുടെ മുഖ്യധാരയിൽ അനേക വർഷങ്ങളായിട്ട് നിലനിന്ന് വരുന്ന ഒരു നടനാണ് അശോകൻ. നല്ല നടനാണ് അശോകൻ. യുവജനോത്സവം അത് നല്ല പടമായിരുന്നു. നല്ല പടമായിരുന്നു. അത് കളക്ട് ചെയ്തു. പിന്നെ നല്ല പാട്ടുകളായിരുന്നു. സംഗീതം രവീന്ദ്ര മാഷായിരുന്നു.